ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ വെളുപ്പിന് 1:30 അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് എഴുന്നേറ്റ് എന്തായാലും വണ്ടിയുടെ സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇറങ്ങണേക്കാളും മുമ്പേ തന്നെ ഞാൻ പണ്ട് പറയാറുണ്ട്, ലൈറ്റ് പൊസിഷൻ ലൈറ്റ് ഓൺ ആക്കി ഇടണം. എന്നിട്ടൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സാധാരണ ഇതിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ബൈ ചാൻസ് ഇവിടെ റോബറി കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങാനും ഈ പറഞ്ഞ ടീമുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് മാറാനായിട്ടുള്ളൊരു സമയം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്, എന്തൊക്കെ തന്നെ ഇരുന്നാലും. പെട്രോൾ ടാങ്കിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ ലിവർ ആരെങ്കിലും തള്ളി വെച്ചിട്ടുണ്ടോന്നാണ്. ഇതിനകത്ത് കാണാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യം കാണാൻ പറ്റുള്ളൂ. വന്നിട്ട് ലൈറ്റ് പുറകില് വെളുക്കും. അതുപോലെ തന്നെ പുറകിലായിട്ട് ഈ റൗണ്ടായിട്ടൊരു ലൈറ്റ് ഉണ്ട്. ഇതിന് സംഭവം ഇത് രണ്ട് ഭാഗത്തായിട്ടുണ്ടാവും. ട്രെയിലർ ഇവിടെ ഒന്ന് വന്നിട്ട് ഇവിടെ. അത് ശരിക്കും പറഞ്ഞാൽ ട്രെയിലറിൻ്റെ പൊസിഷൻ ലൈറ്റാണ്. നമുക്ക് ഈ സംഭവം രാത്രി ഓടിക്കുമ്പോൾ വളരെയധികം പ്രയോജനമുള്ള ലൈറ്റ്. അതിപ്പോൾ എന്തിനാണെന്നുള്ളത് നമുക്ക് പുറകിലെടുത്ത്. പിന്നെന്ന് പറയാനായിട്ട് ഇത് ഈ ലോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തതിൻ്റെ ചക്ക സെക്യൂരിറ്റി ഇതിലിടേണ്ട ലോഡാ. സെക്യൂരിറ്റി പാർക്കിങ്ങിൽ ഇടേണ്ട ലോഡാ. ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാനിവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇട്ടു എന്നുള്ളൂ. ഇതൊന്ന് മെഡിക്കൽ ഓട്ടാണ്, ഇത് മെഡിസിൻസാണ്. ഇപ്പോൾ സ്പെയിനിൽ വന്നിട്ട് പുറത്തുനിന്ന് മെഡിസിൻസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഫ്രാൻസിൽ നിന്ന് കയറ്റിയ ലോഡാണ്. അപ്പം അത്യാവശ്യം അതിൻ്റെ പൊസിഷനിൽ ഇട്ടില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഞാൻ എന്തൊരു കാപ്പി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി അധികം സമയം കളയാനായിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പാർക്കിൽ നിന്ന് നമ്മൾ പയ്യനെ ഇറങ്ങണം. 2 മണി കഴിയുമ്പോഴാണ് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബറി ടൈം. 2 മണിയൊക്കെ കഴിഞ്ഞ് 2 മണിയാണ് ശരിക്കും അത് തുടങ്ങണത്, അതിൻ്റെ പരിപാടി. ഞാനപ്പോൾ ഇന്നലെ നമുക്ക് സമയം കിട്ടിയില്ല വണ്ടി ഇതിലിടാനായിട്ട്. ഇന്നലെ ഞാൻ വന്നിട്ട് നെതർലാൻഡ്സിൽ നിന്നുള്ള ലോഡാണത്. അപ്പം നെതർലാൻഡ്സിൽ നിന്ന് ബെൽജിയത്തിൻ്റെ ബോർഡറിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാനവിടെ പാർക്കിങ്ങിലിട്ടു. ഇന്നലെ രാത്രി ഒരു 10 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റുണ്ട്, ഈ ഒറ്റ കാരണവശാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി വരുമ്പോഴും നമ്മൾ എഴുന്നേക്കും. ഇത് മെഡിസിൻ ആയതുകൊണ്ട് മരുന്നുകളായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എങ്കിലത് സീൽ ചെയ്തേക്കണ കാരണം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ആരും എടുത്തോണ്ട് പോകില്ല, പക്ഷെ സാധനം പൊളിക്കുക വരും.
നമുക്കിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞില്ലേ, പൊസിഷൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിലെ കൂടെ നോക്കി കഴിഞ്ഞാൽ എനിക്കറിയില്ല വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, വ്യക്തമായിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വെളുത്ത ലൈറ്റാണ്, മുമ്പിൽ നിന്ന് ഡ്രൈവർമാർക്ക് കാണുമ്പോൾ വെളുത്ത ലൈറ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പൊസിഷനാണ് കാണിക്കുക. അതായത് ബാക്കിൽ വണ്ടിയുടെ വീതി, നമ്മൾ ഫ്രീ കോൺ ഉപയോഗിക്കുന്ന ഫ്രീ കോൺ വന്നിട്ട് 2.660 രണ്ട് ഇതിൻ്റെ അളവ് മീറ്റർ വീതിയാണ് 2.60. മറ്റേ പ്ലാസ്റ്റിക് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.50 പറയണത്. അതിനേക്കാളും ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഫ്രീഗോ ആയിട്ടുള്ളൂ. ഫ്രീഗോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തണുത്ത ബോക്സ് പുറകിലത്തെ ഇത്. അപ്പം ഇത് നമ്മൾ വണ്ടി പോണ സമയത്ത് നമുക്ക് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കാനായിട്ട് മെയിനായിട്ട് രാത്രികളിൽ എന്തിനും ഉപകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊസിഷൻസ് കറക്റ്റായിട്ട് ഏകദേശം അറിയാൻ വേണ്ടിയിട്ട്, അതായത് വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൻ്റെ നടുക്കായിട്ട് ലൈനുകളില്ലേ, ഇതുപോലത്തെ വെള്ള ലൈൻ, അതിനുശേഷം ഒരു ഗ്യാപ്പ്, അതായത് ഡിസ്കണ്ടിന്യൂ ലൈൻ എന്നാണ് പറയുക. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ലൈനുകളിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് ഏകദേശം 30 അടിയാണ് അതിൻ്റെ വീതി. പിന്നെ ഒരു വൈറ്റ് ലൈൻ വന്നിട്ട് ഏകദേശം 10, അങ്ങനെയൊക്കെയാണ് ഏകദേശം അതിൻ്റെ ഒരു ലൈൻ മാർക്ക്. അപ്പോൾ നമ്മളൊരു വണ്ടീനെ ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ പറയണത് 50 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ താഴത്തുള്ള ലൈനുകളില്ലേ, നമ്മൾ ഓവർടേക്ക് ചെയ്യണ സമയത്ത് സാധാരണ പറയണ മാതിരി ഈ പറഞ്ഞ 50 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് തന്നെ വേണം നമ്മൾ പറയുന്നത് ആയിട്ട് വേണം നമ്മൾ ട്രക്കിനെ അതിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട്. കാരണം ബൈ ചാൻസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളി ബ്രേക്ക് വിട്ടും പിന്നെ പുറകെ വന്ന് തട്ടണ വണ്ടിക്ക് നമുക്കായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മിററിൽ കൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ ആ വെളുത്ത ലൈറ്റ് ഇപ്പം നമ്മൾ ക്യാമറ കൂടെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം അത് തലയിൽ വെച്ചാണ്. വളരെ ക്ലിയർ ആയിട്ട് ഈ വണ്ടിനെ ഓട്ടോ ചെയ്യുമ്പോൾ കാണിക്കാം, കാരണം അവനും നല്ല സ്പീഡില്ല, പുറകിൽ നിന്ന് വേറൊരു വണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ താഴത്തെ ലൈനില്ലേ, ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ മിററിൽ കൂടെ നോക്കി കഴിയുമ്പോൾ ആ വണ്ടിയുടെ ഡിസ്റ്റൻസ് വിട്ടിട്ട് അവൻ ലൈറ്റ് ഇട്ട് കാണിച്ചു. ഡിസ്റ്റൻസ് വിട്ടിട്ട് ആ ലൈറ്റ് ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും നമുക്ക്. രണ്ടാമത്തെ ലൈൻ, അതായത് രണ്ടാമത്തെ വൈറ്റ് താഴത്തുള്ള ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിന് രാത്രികളിൽ നമുക്ക് ഈ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇപ്പോൾ തണുപ്പുള്ള സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ഉണ്ടാവും, അല്ലാത്ത സമയത്തായത് മഴയായിരുന്നാലും നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ലൈൻ, ആ വൈറ്റ് ബൾബ് നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് വെളുത്ത ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്യാനായിട്ട് വേറെ മാർഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെ ഫ്ലാഷ് ഇട്ട് കാണിച്ചു. അത് രാത്രി ട്രക്കുകൾ കാണിക്കുന്ന സംഭവമാണ്. പക്ഷേ പകലത് കാണിക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോലീസ് ചെക്കിങ് നടക്കുന്ന സമയത്താണ് നമ്മൾ ലൈറ്റ് ഇട്ട് കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ഫൈൻ അടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ 2 ഫ്ലാഷ് ഇട്ട് കാണിക്കുന്നത് അവിടെ പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിൽ വരുന്ന വണ്ടിക്ക്, അതായത് സ്പീഡിൽ വരുന്ന വണ്ടിക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള സിഗ്നലൊക്കെയാണ് ഞങ്ങളിവിടെ ഇതായിട്ട് കാണിക്കുക. അത് യൂറോപ്പിൽ വണ്ടി ഓടിക്കുന്നവർക്ക്, നമ്മുടെ നാട്ടിൽ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. 2 പ്രാവശ്യം ഇങ്ങനെ ഫ്ലാഷ് എത്തിക്കുന്നത് അതെങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വന്നിട്ട് അവിടെ ചെക്കിങ് നടക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വേറെ പോലീസുകാരപ്പോൾ ലൈനിലുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ട് ഇതടിച്ച് തരും. രാത്രി സാധാരണ രീതിയിൽ ചെക്കിങ് അങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്. ട്രെയിലറുകാർക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അതിങ്ങനെ ലൈറ്റ് അടിക്കൽ. പിന്നെ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഹെവി എമർജൻസിയാണ് ഉദ്ദേശിക്കുന്നത്.
ഇതിനാണ് മെയിനായിട്ട് രാത്രി നമുക്ക് ഈ ലൈറ്റ് ഉപകരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വന്നിട്ട് ശനിയാഴ്ച, ഞായറാഴ്ച ഇതിൻ്റെ ലോഡ് ഇറക്കില്ല. അപ്പോൾ നേരെ സ്പെയിനിൽ കയറിയിട്ട് എവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒതുങ്ങണം. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ വണ്ടി എടുത്തതാണ് നെതർലൻഡ്സിലേക്ക്. 3 സ്ഥലത്ത് ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. ലോഡ് ഇറക്കി വേറെ 2 സ്ഥലത്തുനിന്ന് മെഡിക്കൽ സംഭവങ്ങൾ, എന്തൊരു സംഭവം എന്ന് എനിക്കറിയില്ല. മെഷീൻസ് അല്ല, സംഭവം കയറ്റിയിട്ടുണ്ട്. മാഡ്രിഡിൽ 2 സ്ഥലത്തായിട്ട് ഇറക്കണം. നമ്മളിപ്പോൾ നെതർലൻഡ്സിൽ നിന്ന് കയറ്റണ സമയത്ത് വന്നിട്ട് ആദ്യം പോയപ്പോൾ അവിടെ 4 പലറ്റ്സ് അങ്ങോട്ടായിരുന്നു കയറ്റാനുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പലറ്റ്സ് എത്തിയിട്ടില്ല. അപ്പോൾ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 പലറ്റ് അവിടെ ഓക്കെ ആയിട്ടുണ്ട്, അത് കയറ്റിക്കോളാൻ പറഞ്ഞു. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ വേറെ വണ്ടിയിൽ വരുമായിരിക്കും. ഇന്ന് കയറ്റിയിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ഇതിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇപ്പുറത്തോട്ടും അതൊരു താങ്ക്സ് ഗിവിങ് ആണ്. നമ്മളവൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് കയറാനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നതിന്. പിന്നെ ഇവിടെ ഓവർടേക്കിങ്ങിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ട്രക്കുകളെല്ലാം വന്നിട്ട് 90 km സ്പീഡിലാണ് പോവാം. പിന്നെ ഓരോരുത്തർ സെറ്റ് ചെയ്യുന്ന സമയം അതിനനുസരിച്ചിട്ടിരിക്കും. അതായത് ടാക്കോഗ്രാഫിൽ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ചില വണ്ടി 90-ലായിരിക്കും, പക്ഷെ വേറെ വണ്ടി കയറിപ്പോണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അറിയേണ്ടതാണ്. ഓരോ കമ്പനിക്കാരും, അതായത് ആക്ച്വൽ സ്പീഡിനേക്കാളും 4-5 km സ്പീഡിൽ കുറവിലായിരിക്കും എല്ലാ വണ്ടികളും സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 90 km സ്പീഡിൽ എന്ന് പറയുമെങ്കിലും ആ വണ്ടി ആക്ച്വൽ പോണത് 86-87 km സ്പീഡിലായിരിക്കും. അപ്പോൾ ഓരോ കമ്പനിക്കാർ വന്നിട്ട് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് അങ്ങനെ പോണത്. അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഈ ടാക്കോമീറ്ററിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 90-ൽ പോണ വണ്ടി, കിലോമീറ്റർ സ്പീഡിലുള്ള വണ്ടി 92 വരെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്ച്വൽ 90 km സ്പീഡിലുള്ള വണ്ടി അത് 87-86 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസൽ ഒത്തിരി ലാഭിക്കാൻ പറ്റും. അങ്ങനെയാണ് പറയണത്. ഭയങ്കര വ്യത്യാസമാണെന്ന് പറയാം. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി സാധാരണ സ്പെയിനിൽ നിന്ന് ഇൻ്റർനാഷണൽ പോകുന്ന വണ്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവണം. വണ്ടി ഇറക്കുന്ന സമയത്ത് ടാക്കോമീറ്റർ വന്നിട്ട്, ടാക്കോഗ്രാഫ് വന്നിട്ട് കമ്പനി സെറ്റിങ്, അതായത് ഇപ്പോൾ ഇത് സ്കാനിയയുടെ ആയതുകൊണ്ട് സ്കാനിയ കമ്പനി തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ട് ഇറക്കണത്. ഇപ്പോൾ ഇത് ഇറക്കി കഴിയുമ്പോൾ അവർ ഒഫീഷ്യലായിട്ട് വയ്ക്കുന്ന ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതിലായിരിക്കും വയ്ക്കുക. ഇതിപ്പോൾ പോകുന്നത് 90-ൽ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ ഈ ടാക്കോഗ്രാഫ് ഇത് കമ്പനി സെറ്റ് ചെയ്യും. കമ്പനി സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനി ആയിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ഓടുന്ന വണ്ടിക്കൊക്കെ അവർ 90-ന് പകരം 92-93 കയറ്റി വയ്ക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഡീസലിൻ്റെ ഇതിനേക്കാളും ഇമ്പോർട്ടൻസ് വന്നിട്ട് കറക്റ്റ് സമയത്തിന് കൊണ്ടുള്ള ഓർഡർ എടുക്കല. ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻസാണ്, ഫ്രീ ഗോ ആയതുകൊണ്ട്. ആ സമയത്ത് വേനൽക്കാലത്ത് പ്ലാസ്റ്റിക് വണ്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് തിരക്കില്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ ടൈമിങ് ഹെവി ടൈമിങ്ങാണ്. വെള്ളിയാഴ്ച വൈകിട്ട് രാത്രി 12 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് കയറണത്. ഞാൻ വൈകിട്ട് ലോഡ് എടുക്കാൻ പോയി, 12 മണിക്ക് അവിടെ നിന്ന് കയറി. ശനി, ഞായർ, തിങ്കളാഴ്ച കാലത്ത് ഞങ്ങൾ ലോഡ് ഇറക്കാറുണ്ട്. അതായത് 3-ാമത്തെ ദിവസം ഒരു 200-500 കിലോമീറ്റർ കഴിഞ്ഞ് നെതർലാൻഡ്സിൽ പോയിട്ട് ലോഡ് ഇറക്കും. ഞങ്ങളുടെ ലോഡ് ഭൂരിഭാഗം അങ്ങനെയാണ്, സിംഗിളാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഈ ആഴ്ച തിങ്കളാഴ്ച വൈകിട്ട് വണ്ടി എടുത്തു, ബുധനാഴ്ച ലോഡ് ഇറക്കി. ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച 3 സ്ഥലത്ത് ലോഡ് ഇറക്കി, 2 സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റി. വ്യാഴാഴ്ച തന്നെ വൈകിട്ട് നെതർലാൻഡ്സിൻ്റെ ബോർഡർ കയറി. ഇപ്പം എന്താ എനിക്ക് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ,
തിങ്കളാഴ്ച വൈകിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് വണ്ടി നിർത്തിയിട്ട് 24 മണിക്കൂർ എനിക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വണ്ടി അവിടെ എത്തിച്ചിട്ട് 24 മണിക്കൂർ റെസ്റ്റിൽ കയറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇപ്പോൾ പോയുള്ള ഗുണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെളുപ്പിന് 1:48 1:30 കഴിഞ്ഞാലുള്ള ഗുണം 2 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് വളരെ കുറവായിരിക്കും. ഇപ്പം ഇനി ഇവിടെ നിന്നൊരു ലോക്കൽ റൂട്ടിലേക്ക് കയറണം. നാഷണൽ റൂട്ടിനെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് കുറവാണ്. പക്ഷേ ചെയ്യാൻ പാടില്ലെങ്കിലും ഞാൻ 90 റൂട്ട് താഴേക്ക് ഇറക്കാറില്ല. കാരണം എനിക്ക് ഇനി 11 മണിക്കൂറത്തെ ഡിസ്കോള നാളെ വരെ ഓടിക്കാനുള്ള ഇതില്ല. നാളെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 11 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ 90 മണിക്കൂറത്തെ ഡിസ്ക് കഴിയും. അപ്പം ഞാൻ ആലോചിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു പക്ഷേ 11 മണിക്കൂറിൽ ഞാൻ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ വീണ്ടും ഓടിക്കും 100 വരെ. ഒരു വണ്ടി നല്ല ചിഹ്നമായിട്ട് വരുന്നുണ്ട്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും 2 ലൈനുള്ള റോഡിലാണെങ്കിൽ നമ്മൾ ഒരു ട്രെയിലർ വന്നിട്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ, ട്രെയിലറോ ഏതെങ്കിലും ഒരു വണ്ടി വന്നിട്ട് ഓവർടേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കട്ട് ഓഫ് ആക്കി കളയാം. അതായത് ആക്സിലേറ്റർ കട്ട് ഓഫ് ആക്കി കളയാം. ബ്രേക്ക് പിടിക്കുകയല്ല ചെയ്യുക, കട്ട് ഓഫ് ആക്കി കളയും. ഇപ്പോൾ 88 90 87. അപ്പോൾ ആ വണ്ടി നല്ല വന്ന സ്പീഡിൽ തന്നെ ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. ഇതുപോലെ 85. ബ്രേക്ക് പിടിക്കില്ലേ നമ്മൾ ഒരിക്കലും. കയറ്റത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ നിന്ന് കട്ട് ഓഫ് ആക്കില്ല. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളിൽ വന്നിട്ട് കട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ പുള്ളി ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. അത് ഏകദേശം ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആക്സിലേറ്റർ ഇട്ടാക്കാം. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുക. ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല, ചവിട്ടി പിടിച്ചു പോകും. ആ സമയത്ത് 3 ലൈനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്കില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക് കട്ട് ഓഫ് ആക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സ്പേസ് 3ാമത്തെ ലൈനിലുള്ളത്. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ മന്ദം പാട്ടൊക്കെ വെച്ചിട്ട് നീങ്ങട്ടെ. അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.